നമസ്കാരം. ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. കുട്ടികളിൽ ഏറ്റവും സാധാരണമായ രോഗങ്ങളിൽ ഒന്നാണ് വിളർച്ച അഥവാ അനീമിയ. ഹീമോഗ്ലോബിൻ സാധാരണയേക്കാൾ കുറവായി കാണപ്പെടുന്നതാണിത്. ഇന്ന് ഈ വിഷയമാണ് ഡോക്ടർ ഹിയർ ചർച്ച ചെയ്യുന്നത്. കാലിക്കറ്റ് ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് ഹോമിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ നിർമ്മൽ CP ആണ് നമ്മുടെ അതിഥി. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. ഡോക്ടർ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള ഭക്ഷണമൊക്കെ ലഭിക്കുന്നതാണ്, അവർ കഴിക്കുന്നതാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കുറവല്ല, പകരം പോഷകക്കുറവുകളാണോ ഈ കുട്ടികളുടെ ഈ അനീമിയയ്ക്കുള്ളൊരു കാരണമായി പറയുന്നത്? എന്താണ് കുട്ടികൾ കാണപ്പെടുന്ന അനീമിയ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ശ്വസിക്കുന്ന വായുവിലെ ഓക്സിജൻ നമ്മുടെ അവയവങ്ങളിലേക്കും അതുവഴി ഓരോ കോശങ്ങളിലേക്കും എത്തിക്കുന്ന ഒരു പ്രോട്ടീനാണ് ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. നമ്മുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് ഒരു പരിധിയിലധികം താഴുന്ന ഒരു സാഹചര്യത്തിൽ ആണ് നമ്മളതിനെ അനീമിയ എന്ന് പറയുന്നത്, മലയാളത്തിൽ വിളർച്ച എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത്. ഈ ഒരു പരിധിയിലധികം താഴുക എന്ന് പറയുന്നത് നമ്മൾ ഒരു ഏജ് അനുസരിച്ചും ജെൻഡർ അനുസരിച്ചും നമ്മൾ ഓരോ കട്ട് ഓഫുകൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും ജനറലി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പൊതുവെ 11 ഗ്രാം പെർ ഡെസിലിറ്റർ ഹീമോഗ്ലോബിന് താഴെ വരുമ്പോഴും ഒരു അഡോളസെന്റ് കുട്ടികളിൽ സംബന്ധിച്ചിടത്തോളം 12 ഗ്രാം പെർ ഡെസിലിറ്ററിന് താഴെ വരുമ്പോഴുമാണ് നമ്മൾ പൊതുവെ അനീമിയ എന്ന് പറയുന്നത്. ഇത് ഈ ഒരു കട്ട് ഓഫ് പറയുമ്പോഴും ഇതിൽ താഴേക്ക് പോകും തോറും നമ്മൾ അതിനെ ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ട് മൈൽഡ് അനീമിയ, മോഡറേറ്റ് അനീമിയ, സിവിയർ അനീമിയ എന്നുള്ള തരത്തിലും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇതാണ് പൊതുവിൽ നമ്മൾ അനീമിയ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് അതിൻ്റെ വിവിധ തരത്തിലേക്ക് വരാം. അതിന് മുൻപ് ഈ കണ്ണിൽ നോക്കിയൊക്കെ ഇങ്ങനെ വിളർച്ചയാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കുട്ടികളെ അനീമിയ ബേസിക് ആയിട്ട് തിരിച്ചറിയുന്നത്? ഈ നമ്മുടെ കണ്ണിൻ്റെ താഴെ പോള, കീഴ്പോളയുടെ അടിയിലുള്ള ഭാഗത്തെ നോക്കിയിട്ട് നമ്മൾ പൊതുവിൽ ഡോക്ടേഴ്സ് അനീമിയ പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അത് കൂടുതലും നമ്മൾ ഈ അഡോളസെന്റ്, അതായത് കൗമാരപ്രായം കഴിഞ്ഞ കുട്ടികളിലും അതിന് മുതിർന്നവരിലുമാണ് നമ്മൾ ആ ഒരു രീതി പിന്തുടരുന്നത്. തീരെ ചെറിയ കുട്ടികളിൽ, പ്രത്യേകിച്ച് ടോഡ്ലേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള ആൾക്കാരിൽ നമ്മൾ ഇതിനെക്കാട്ടും റിലൈ ചെയ്യുന്ന, നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ പരിശോധിക്കുമ്പോഴും നമ്മൾ കൂടുതലും ഇത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ കൺപോളകൾ കീഴിനേക്കാട്ടും പുറമെ നമുക്ക് നെയിൽ ബെഡ് എന്ന് പറയും, അതായത് ഈ നഖത്തിൻ്റെ അടിഭാഗം, അതേപോലെ കൈവെള്ളയുടെ ഉൾവശം, അതേപോലെ വായ്ക്കകത്തുള്ള മ്യൂക്കോസ, ഇത്തരം സ്ഥലങ്ങളിലുള്ള നമ്മുടെ കൈയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് വിളർച്ചയുണ്ടോ എന്നുള്ളത് പറയാൻ പറ്റുന്നതായിരിക്കും. ഈ ലക്ഷണങ്ങൾ തന്നെയാണോ മാതാപിതാക്കൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെയാണ് അവർക്ക് മനസ്സിലാവുന്നത്? ഈ പറഞ്ഞതുപോലെ ഈ മാതാപിതാക്കൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ പൊതുവെ നമ്മുടെ എക്സ്പീരിയൻസിൽ എപ്പോഴും കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാതാപിതാക്കൾ അധികവും വേറൊരാൾ പറയുമ്പോൾ, അതായത് അവർ തന്നെയായിട്ട് വിളർച്ച ഡിറ്റക്ട് ചെയ്ത് നമ്മളെടുക്കാൻ വരുന്നത് വളരെ അപൂർവമാണ്. അതിൽ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു റൊട്ടീൻ വിസിറ്റിന് ഒരു പീഡിയാട്രീഷ്യൻ എടുക്കാൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് പൊതുവെ മാതാപിതാക്കൾ വിളർച്ചയുണ്ടെന്ന് തിരിച്ചറിയുന്നത്. ഇതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെയിലി കുട്ടികളുമായി ഇടപഴകുന്ന ആൾക്കാരാവുന്നത് കൊണ്ട് തന്നെ വളരെ സബ്റ്റിലായിട്ടുള്ള ചെറിയ ചേഞ്ചസ് ചിലപ്പോൾ മാതാപിതാക്കൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇൻഎക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മൾ ഇതിൽ അത്രയും ശ്രദ്ധിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയിൽ വിളർച്ച തിരിച്ചറിയുന്ന ഒരു അവസ്ഥ എത്തുക എന്ന് പറഞ്ഞാൽ, പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹീമോഗ്ലോബിൻ വളരെ കുറഞ്ഞിട്ട് ഒരു 6-7 ഗ്രാം പെർ ഡെസിലിറ്ററിൽ താഴേക്ക് പോകുമ്പോഴൊക്കെയാണ് ഒരു സാധാരണ നമ്മൾ അതിനായിട്ട് നോക്കുന്ന ഒരാൾക്കല്ലാതെ പോലും തിരിച്ചറിയുന്ന ലെവലിലോട്ടേക്ക് വിളർച്ച എത്താറുള്ളത്. അപ്പോൾ പൊതുവേ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ മാതാപിതാക്കളായിട്ട് ഡിറ്റക്ട് ചെയ്ത് വരുന്നത്, ഈ വിളർച്ചയായിട്ട് ഡിറ്റക്ട് ചെയ്ത് വരുന്ന നമ്മളെ എത്തുന്നത് വളരെ കുറവാണ്. അതിനേക്കാൾ ഇതാണ് നമ്മൾ ഇപ്പം ഹെമറ്റോളജിക്കൽ മാർക്കേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഈ രക്തത്തിന്റെ അളവ് നമ്മുടെ മുഖത്ത് തന്നെ നമ്മൾ പറയില്ലേ, ഒരു രക്തപ്രസാദം കുറഞ്ഞ പോലെ എന്നൊക്കെ, ഈ പറഞ്ഞ രീതിയിൽ മാതാപിതാക്കൾ നമ്മളെടുക്ക് എത്തുന്നത് വളരെ കുറവാണ്. പക്ഷേ ഇതല്ലാതെ വേറെ ചില ലക്ഷണങ്ങൾ, അതായത് ഭയങ്കരമായിട്ടുള്ള പിരിവിരിപ്പ്, അല്ലെങ്കിൽ വിശപ്പില്ലായ്മ, അതല്ലെങ്കിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത സാധനങ്ങൾ ഭക്ഷിക്കാം, അതായത് പൈക്ക എന്ന് പറയും നമ്മൾ. ഈ നമ്മുടെ നാട്ടിൽ പൊതുവെ ആണെങ്കിൽ ഈ മണ്ണ് തിന്നുക, അല്ലെങ്കിൽ ഈ ചുമരിലെ പ്ലാസ്റ്റർ തിന്നുക, അല്ലെങ്കിൽ പച്ച അരി, വേവിക്കാത്ത അരി തിന്നാൻ ടെൻഡൻസി കാണിക്കുക, ഇത്തരം ചില ലക്ഷണങ്ങളുമായിട്ട് മാതാപിതാക്കൾ വരാറുണ്ട്. ഇതിനെ നമ്മൾ നോൺ ഹെമറ്റോളജിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്നാണ് പറയുക. അതായത് രക്തത്തിൻ്റെ ഡയറക്റ്റ് എഫക്റ്റ് അല്ലാതെ വേറെ രീതിയിൽ ഇത് പ്രസന്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ലക്ഷണങ്ങളുമായിട്ട് മാതാപിതാക്കൾ നമ്മളെടുക്കാൻ വരാറുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ചില ലക്ഷണങ്ങൾ.
ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ വ്യത്യാസങ്ങളൊക്കെ ഇതൊക്കെ ഈ ഒരു ലക്ഷണങ്ങളും പല കുട്ടികളിൽ പല രീതിയിൽ കാണപ്പെടുന്നതാണല്ലേ? അതുപോലെ തന്നെ എത്ര തരത്തിലാണ് ഈ അനീമിയ കണ്ടെത്തുന്നത്? അനീമിയ നമ്മൾ എങ്ങനെ കണ്ടെത്താം, ഏതൊക്കെ തരത്തിൽ കണ്ടെത്താം എന്ന് ചോദിക്കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് രീതിയാണ് പറയുക. ഒന്ന് ക്ലിനിക്കൽ, രണ്ട് ലാബ് ഡയഗ്നോസിസ് എന്നുള്ള രീതിയിൽ. ക്ലിനിക്കൽ എന്ന് പറയുന്നതാണ് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഈ പറഞ്ഞ കൈകളിൽ അല്ലെങ്കിൽ വായ്ക്കകത്തുള്ള രക്തശോഭയുടെ കുറവ് പോലെ നമുക്ക് തോന്നുന്ന അവസ്ഥ, ഇതാണ് ക്ലിനിക്കലായിട്ടുള്ള പാലർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് പിന്നെ നമ്മൾ ഇങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലാതെ ഒരു റുട്ടീൻ വിസിറ്റിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ടോ ചെക്ക് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റുകളുടെ കൂട്ടത്തിലാണ്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് CBC, അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. അതിനകത്ത് ഹീമോഗ്ലോബിൻ്റെ അളവ് നമുക്ക് നോക്കാവുന്നതാണ്. ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിനകത്ത് ഹീമോഗ്ലോബിൻ്റെ അളവ് ഇത്രയാണ് എന്ന് പറയുന്നതിന് പുറമെ നമുക്ക് വേറെ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ടാവും. അത് പ്രധാനമായിട്ടും ഈ രക്താണുക്കളുടെ, അതായത് ചുവന്ന രക്താണുക്കളുടെ തന്നെ വേറെ ചില പാരാമീറ്റേഴ്സും നമ്മളൊരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൽ, അതായത് MCV, MCH തുടങ്ങിയ വേറെ പാരാമീറ്റേഴ്സും നമുക്ക് ഒരു CBCയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുവിധം ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവുണ്ടോ എന്നുള്ളതും അതിന് എന്തൊക്കെ കാരണങ്ങളായിരിക്കാം ഇത് എന്നുള്ളതിൻ്റെയും സൂചനകൾ നമുക്ക് ഈ CBCയിൽ നിന്ന് മാത്രം തന്നെ പലപ്പോഴും കിട്ടാറുണ്ട്. പിന്നെ CBCക്ക് പുറമെ നമുക്ക് ഈ പറഞ്ഞ ഹീമോഗ്ലോബിൻ കുറവ്, അനീമിയയുടെ വർക്കപ്പിന്റെ ഭാഗമായിട്ട് നമുക്ക് പൊതുവെ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളാണ് പെരിഫറൽ സ്മിയറും അതേപോലെ റെറ്റിക്കുലോസൈറ്റ് കൗണ്ടുകളും. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം അവർക്ക് നേരെ പോയിട്ട് ഇത്രയും ചെയ്ത് നോക്കിയിട്ട് ഹീമോഗ്ലോബിൻ്റെ അനീമിയ ഡിറ്റക്ട് ചെയ്യാം എന്നുള്ളതല്ല. ഇത്രയുമാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ലാബ് ടെസ്റ്റുകൾ ഈ അനീമിയ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. തുടക്കത്തിൽ ഇതിൻ്റെ ഒരു പ്രായം പറഞ്ഞിരുന്നു, ഇത്ര വയസ്സിൻ്റെ എന്നുള്ള ഡോക്ടർ പ്രധാനമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഏത് പ്രായം വരെയുള്ള കുട്ടികളാണ് പ്രധാനമായിട്ട് ഇത് കാണുന്നത്, അങ്ങനെ നമുക്ക് പറയാനുണ്ടോ? അതോ എല്ലാ പ്രായത്തിലും കാണപ്പെടുന്ന ഒരു അവസ്ഥ തന്നെയാണോ ഈ വിളർച്ച? നമ്മുടെ രാജ്യത്ത് സാഡ്ലി അനീമിയ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ റിപ്പോർട്ട് പ്രകാരം ഓൾമോസ്റ്റ് എല്ലാ ഏജ് ഗ്രൂപ്പിലും അനീമിയ നമ്മുടെ നാട്ടിൽ ഭയങ്കര കോമൺ ആണ്. പക്ഷേ ഒരു പീഡിയാട്രീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കൂട്ടത്തിൽ രണ്ട് ഗ്രൂപ്പ് നമ്മൾ കൂടുതൽ ശ്രദ്ധയെടുത്ത് പരിശോധിക്കുകയും ശ്രദ്ധയെടുത്ത് ഇത് ഡിറ്റക്ട് ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനും നമ്മൾ എഫേർട്ട് എടുക്കാനും അതിനുവേണ്ടി നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുക്കാനും നമ്മൾ ശ്രമിക്കാറുണ്ട്. ആ രണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്ന് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളും അതിലും പ്രത്യേകിച്ച് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അതേപോലെ കൗമാരക്കാരായ പെൺകുട്ടികൾ. ഈ രണ്ട് ഗ്രൂപ്പിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിനർത്ഥം മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, നമ്മൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിനെ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് ഡിറ്റക്ട് ചെയ്യാനും അത് മാനേജ് ചെയ്ത് അവരെ അനീമിയയിൽ നിന്ന് മുക്തരാക്കാനും നമ്മൾ ശ്രമിക്കാറുണ്ട്. അതിന് 2 കാരണങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ തീരെ ചെറിയ കുട്ടികളാണ്. അതായത് 2 വയസ്സിന് താഴെയുള്ളത് അല്ലെങ്കിൽ പൊതുവെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ഇവരുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2 വയസ്സ് വരെ നമ്മൾ പറയുക ദ ഫസ്റ്റ് 1000 ഡേയ്സ് ഓഫ് ലൈഫ് എന്ന് പറയും. അതായത് ഗർഭാവസ്ഥയ്ക്ക് ശേഷമുള്ള 2 വർഷം, ഇത്രയും ചേർത്തിട്ട് ആദ്യത്തെ 1000 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്, ആ ഒരു പീരിയഡാണ്. അപ്പം ഈ ഒരു സമയത്ത് അയൺ ഡെഫിഷ്യൻസി കാരണമോ അല്ലെങ്കിൽ മറ്റു കാരണമോ ഉള്ള ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് പല രീതിയിലും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ പല രീതിയിലും ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് കുട്ടിയുടെ ആകെയുള്ള വളർച്ച, അതായത് ഹൈറ്റ്, വെയിറ്റ് തുടങ്ങിയ വളർച്ചയെ ബാധിക്കാം, അതായത് കൃത്യമായിട്ടുള്ള അളവിൽ ഹീമോഗ്ലോബിൻ ഇല്ലാത്ത അവസ്ഥ. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കോഗ്നിറ്റീവ് ഇമ്പയർമെൻ്റ് എന്നുള്ളത്. അതായത് നമ്മുടെ ബുദ്ധിവികാസത്തെയും ആവശ്യത്തിൽ അളവിലുള്ള ഹീമോഗ്ലോബിൻ ഇല്ലാത്ത ഒരവസ്ഥ ബാധിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ, അതായത് 2 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ആക്റ്റീവായിട്ട് തന്നെ ഈ ഹീമോഗ്ലോബിൻ്റെ കുറവുണ്ടോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്നതും, ഇനി അഥവാ അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് കണ്ടെത്തി അത് പരിഹരിക്കുന്നതും കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതത്തെ വളരെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇതാണ് ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ ഗ്രൂപ്പ് കുട്ടികളിൽ, അതായത് 5 വയസ്സിന് താഴെയുള്ളതിൽ, അതിൽ പ്രത്യേകിച്ച് 2 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ നമ്മൾ അനീമിയ ആക്റ്റീവ്ലി ഡിറ്റക്റ്റ് ചെയ്യുന്നതിൻ്റെയും അത് നമ്മൾ ആക്റ്റീവ്ലി ട്രീറ്റ് ചെയ്യുകയോ മാനേജ് ചെയ്തോ അവരെ അനീമിയയിൽ നിന്ന്
പുറത്തു കൊണ്ടുവരുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഈ ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തോട്ടെ. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, കൗമാരക്കാരായ പെൺകുട്ടികൾ. അവരുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൗമാരക്കാരായ പെൺകുട്ടികളിൽ അനീമിയ സാധ്യത വളരെ കൂടുതലാണ്. അത് ഒന്നെന്ന് വെച്ചാൽ അവർക്ക് വളർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണത്. രണ്ട്, ആർത്തവത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയും കൂടിയ സമയമാണ്. ഓക്കെ, അപ്പം ഈ ഒരു സമയത്ത് അനീമിയ ഉണ്ടാവുകയും ആ അനീമിയ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് കറക്റ്റ് ചെയ്യാതെ പോവുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ അനീമിക്കായ കൗമാരപ്രായക്കാരുണ്ടാവും, അനീമിക്കായ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള പെൺകുട്ടികളാവും. ഈ അനീമിക്കായ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള പെൺകുട്ടികൾ എന്താവും, പോകെ അനീമിക്കായ ഒരു അമ്മയാവാൻ സാധ്യതയുണ്ട്. അനീമിക്കായ ഒരു അമ്മ ആവുമ്പോൾ അവർക്കുണ്ടാവുന്ന കുട്ടികൾക്കും അനീമിയ പകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇതിലൊരു ജനറേഷണൽ ട്രാൻസ്ഫർ വരാവുന്ന ഒരു സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ജനറേഷണൽ ട്രാൻസ്ഫർ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ് ഏർലി ആസ് ഒരു അഡോളസെന്റ് ഗേൾ, ഒരു കൗമാരപ്രായക്കാരായ പെൺകുട്ടികളിൽ നമ്മൾ ഈ രക്തക്കുറവ് ഡിറ്റക്ട് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് അതിൽ കൃത്യമായ ഫോളോ അപ്പ് കൊടുത്ത് അവരൊരു ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള സ്ത്രീയായി മാറ്റാൻ പറ്റുകയും അവരൊരു ഹെൽത്തി മദറായിട്ട് കൺസീവ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു തലമുറകളായി കൈമാറി വരുന്ന ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ഈ രണ്ട് ഗ്രൂപ്പിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കാരണം. ഇപ്പോൾ ഡോക്ടർ ഏതൊക്കെ പ്രായത്തിലാണ് ഇത് വരുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞത്, പെൺകുട്ടികൾ ഉൾപ്പെടെ വരുന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ പ്രധാനമായിട്ട് ഈ വിളർച്ച വരാനുള്ളൊരു കാരണം അതെന്താണ്? ഓക്കെ, വിളർച്ച ഞാനിപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആണ്. ലാസ്റ്റത്തെ സർവേ പ്രകാരം എനിക്ക് തോന്നുന്നത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ 3 കുട്ടികളിൽ 2 കുട്ടികൾക്കോളം വിളർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വിളർച്ച ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ട അയണിൻ്റെ കുറവുണ്ട്. അയൺ ഡെഫിഷ്യൻസി കാരണമുള്ള അനീമിയാണ് കൂട്ടത്തിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. രണ്ടാമത് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെജിറ്റേറിയൻസിനിടയിൽ നമുക്ക് കൂടുതലും ഈ ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 തുടങ്ങിയവയുടെ ഡെഫിഷ്യൻസിയും കാണും. അതും നമുക്ക് ഇൻറ്റേൺ അനീമിയ ഉണ്ടാക്കാവുന്നതാണ്. ഇതൊക്കെയാണ്, ഈ രണ്ടുമാണ് ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സാധനങ്ങളിൽ നിന്ന് അതിൻ്റെ കുറവ് കാരണം നമുക്ക് വരാവുന്ന അനീമിയകൾ. ഇനി ഇത് രണ്ടിനും പുറമെ ജനിതകമായ കാരണങ്ങൾ കൊണ്ടുള്ള പല അനീമിയകളും ഉണ്ട്. നമ്മുടെ നാട്ടിൽ സിക്കിൾ സെൽ അനീമിയ, അതായത് അരിവാൾ രോഗം എന്ന് പറയുന്നത്, അതേപോലെ തലസീമിയ, അതേപോലെ ഹെറിഡിറ്ററി സ്ക്ലെറോസൈറ്റോസിസ് തുടങ്ങിയ ജനിതകമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടുള്ള അനീമിയയും കാണാറുണ്ട്. അപ്പം ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ രണ്ടെണ്ണം, അതായത് അയൺ ഡെഫിഷ്യൻസി, അതേപോലെ ഫോളിക് ആസിഡും വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, ഈ 3 എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂട്രീഷ്യസ് ആയ ഭക്ഷണം, കൃത്യമായ ഭക്ഷണശീലങ്ങളിലൂടെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതാണ് ഈ പറഞ്ഞതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ, ഈ ഭക്ഷണത്തിലൂടെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്ന കുട്ടികളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ എന്നിട്ട് പോലും ഈ അനീമിയ വരുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ ഈ ഭക്ഷണത്തിലൂടെ മാത്രമാണോ ഈ അനീമിയ തടയാൻ സാധിക്കുന്നത്? 2 കാര്യത്തിലാണ് എനിക്ക് നിങ്ങളോട് കോൺട്രഡിക്റ്റ് ചെയ്യാനുള്ളത്. അതായത് ഇപ്പോഴത്തെ കുട്ടികൾ നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ളത് റെഡിയാണ്, പക്ഷെ എന്താണ് കഴിക്കുന്നത് എന്നുള്ളതിലാണ് ഇതിൽ കാര്യം കിടക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഞാൻ പറയാം, അയൺ സമ്പുഷ്ടമായ ഭക്ഷണം എന്ന് പറയുന്നത്, പോഷക സമൃദ്ധമായ ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എത്ര എഫക്റ്റീവായിട്ട് അവർക്ക് അവരുടെ ചര്യയുടെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ന്യൂട്രീഷ്യസ് ഫുഡ് ഇൻക്ലൂഡഡ് ആവുന്നുണ്ട് എന്നുള്ളത് ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഈ ഭക്ഷണത്തിലൂടെ ഈ അനീമിയ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയൺ റിച്ച് ഫുഡ് എന്ന് പറയുമ്പോൾ ജനറലി 2 കാറ്റഗറി ഉണ്ട്. 2 കാറ്റഗറി എന്ന് പറയുന്നത്, ഒന്ന് നോൺ ഹീം എന്ന് പറയും. നോൺ ഹീം എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ്റെ ഹീം എന്ന് പറയുന്ന ഭാഗം, അതായിട്ട് തന്നെ നമുക്ക് ഭക്ഷണത്തിൽ അവൈലബിൾ ആണ്. അത് പ്രധാനമായിട്ടും നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളിൽ നിന്ന്, ഇറച്ചി, മീന്, അതേപോലെ ലിവർ തുടങ്ങിയ സാധനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഈ ഹീം കണ്ടെയ്നിങ് ഫുഡ്, അതാണ് ഞാൻ ഈ പറഞ്ഞ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ. ഈ ഇറച്ചി, മീന്, അതേപോലെ ഈ പറഞ്ഞ ലിവർ തുടങ്ങിയ സാധനങ്ങളിൽ. അപ്പം ഈ ഹീം ഫുഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ കഴിക്കുമ്പോൾ അത് ശരീരത്തിലൊക്കെ ആഗിരണം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നോൺ ഹീം ഫുഡിനേക്കാളും. ഓക്കെ, അതുകൊണ്ട് ഹീം ഫുഡ് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ല കാര്യമായിരിക്കും അനീമിയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം.
രണ്ടാമത്തേതാണ് നോൺ ഹീം ഫുഡ്. അതാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ, അതേപോലുള്ള പച്ചക്കറികൾ, പിന്നെ നമ്മുടെ മുത്താറി, ഈത്തപ്പഴം തുടങ്ങിയവയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ അയൺ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ കുട്ടികളിൽ ഉൾപ്പെടുത്തുന്ന ഭക്ഷണ കൂട്ടത്തിൽ ഈ പറഞ്ഞ സാധനങ്ങൾ കൃത്യമായിട്ടുള്ള അളവിൽ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കലായിരിക്കും നമ്മൾ ഈ കാര്യത്തിൽ ചെയ്യേണ്ടി വരിക. അതാണ് അതിൻ്റെ കൂടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ചികിത്സാ രീതികൾ അതെങ്ങനെയാണ്? ഇപ്പോൾ ഈ അനീമിക്കാണ്, ഒരു കുട്ടി അനീമിക്കാണ് എന്ന് കണ്ടെത്തി ഡോക്ടറിനെ സമീപിക്കുമ്പോൾ അതിൻ്റെ ഒരു ചികിത്സാ രീതികൾ എങ്ങനെയാണ്? നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, ഈ പറഞ്ഞ പോലെ ഭക്ഷണങ്ങൾ, ആരോഗ്യകരമായ ഭക്ഷണ രീതി അത് തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണോ? അല്ലെങ്കിൽ തന്നെ ഇത് ചികിത്സിച്ച് കഴിഞ്ഞാൽ പിന്നെയും വരാനുള്ളൊരു സാധ്യതയുണ്ടോ? അങ്ങനെ ആണോ ഈ നമ്മൾ അനീമിയെ കാണേണ്ടത്? ഓക്കെ, നമ്മൾ അയൺ ഡെഫിഷ്യൻസി എലമെന്റ് അനീമിയ ഡിറ്റക്ട് ചെയ്തു, അതായത് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റ് ടെസ്റ്റുകൾ, അതായത് CBCയിൽ തന്നെയുള്ള മറ്റ് പാരാമീറ്റേഴ്സ്, MCV പോലുള്ള RDW പോലുള്ള പാരാമീറ്റേഴ്സും വെച്ചിട്ട് നമുക്കിത് അയൺ ഡെഫിഷ്യൻസി ആണോ എന്നൊരു ഊഹം ഉണ്ടെങ്കിൽ നമുക്ക് അയൺ സപ്ലിമെൻറ്റ്സ്, അതായത് അയൺ സിറപ്പുകളോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സുകളോ ഏജ് അനുസരിച്ച് നമ്മൾ സപ്ലിമെൻറ്റ്സ് ആയിട്ട് കൊടുക്കലാണ് ഇതിന് ചികിത്സ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയുക, ഈ അയൺ ഡെഫിഷ്യൻസി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയൺ കൊടുത്തു തുടങ്ങിയാൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ അവർക്കൊരു സബ്ജക്റ്റീവ് വ്യത്യാസം കാണും എന്നാണ്. അതായത് ഒരു ജനറൽ വെൽബീയിങ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. 2 വിശപ്പില്ലാത്ത കുട്ടികളാണെങ്കിൽ വിശപ്പ് കാണിച്ചു തുടങ്ങും. ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ അയൺ സപ്ലിമെൻറ്റ്സ് നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന മാറ്റങ്ങൾ. പൊതുവേ നമ്മൾ ഒരു ചികിത്സ ആയിട്ട്, അതായത് അയൺ ഡെഫിഷ്യൻസി ആണ്, ആ രക്തക്കുറവിന് വേണ്ടിയിട്ട് അയൺ സപ്ലിമെൻറ്റ്സ് കൊടുക്കുമ്പോൾ പൊതുവേ നമ്മൾ 3 മാസത്തേക്കുള്ള തുടർച്ചയായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ആണ് കൊടുക്കാറ്. അത് സിറപ്പ് രൂപത്തിലോ അല്ലെങ്കിൽ ടാബ്ലറ്റ് രൂപത്തിലോ കുട്ടിയുടെ ഏജ് അനുസരിച്ച് ഏതാണ് അപ്രോപ്രിയേറ്റ്, വെയിറ്റ് അനുസരിച്ച് ഏതാണ് അപ്രോപ്രിയേറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അത് കൃത്യമായ അളവിൽ 3 മാസം തുടർച്ചയായിട്ട് 1 മാസം കഴിക്കുമ്പോഴത്തേക്ക് തന്നെ ഇഫക്റ്റീവായിട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ 1 മാസം കഴിഞ്ഞ് വീണ്ടും CBC ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ 1-2 ഗ്രാം ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് നമ്മളെ ആഡിക്വേറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ പെരിഫറൽ സ്മിയർ നോക്കുകയാണെങ്കിൽ റെറ്റിക്കുലോസൈറ്റ്സ് കൂടുതലായിട്ട് പുതിയ രക്താണുക്കൾ പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ലക്ഷണങ്ങൾ കാണുകയും ചെയ്യാം. ഓക്കെ, ഇതാണ് നമുക്ക് പൊതുവേ നമ്മൾ ചികിത്സാ രീതി. അതായത് അയൺ സപ്ലിമെൻറ്റ്സ് കൊടുക്കുക, അതൊരു 3 മാസം തുടർച്ചയായിട്ട് കൊടുക്കുക. ഈ 3 മാസം കംപ്ലീറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ള ഡെഫിഷ്യൻസി ഓവർകം ചെയ്യാനും ഇനി കുറച്ച് കാലത്തേക്കുള്ള അയൺ സ്റ്റോർ റീപ്ലനിഷ് ചെയ്യാനാണ് നമ്മൾ ഈ 3 മാസത്തോളം തുടർച്ചയായിട്ട് അയണിൻ്റെ സപ്ലിമെൻറ്റ്സ് കഴിക്കണമെന്ന് ഈ അനീമിയ ഡിറ്റക്ട് ചെയ്ത കുട്ടികൾ, പ്രത്യേകിച്ച് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഡിറ്റക്ട് ചെയ്ത കുട്ടികളിൽ പറയുന്നത്. ഇപ്പോൾ ഈ മരുന്നിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അതല്ലാതെ ഭക്ഷണത്തിൽ ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്കാണ് ഇത് അനീമിക് ആവുന്നതെങ്കിൽ ഭക്ഷണ രീതി അതെങ്ങനെയാണ് ക്രമീകരിക്കുക? ഇപ്പോൾ വളരെ ചെറിയ കുഞ്ഞുങ്ങളാവുമ്പോൾ അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് കൊടുക്കേണ്ടത് നമുക്കറിയാലോ. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും? ഓക്കെ, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ 3 മാസ ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴത്തെ ആ ഒരു അയൺ ഡെഫിഷ്യൻസിയെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ചികിത്സ എടുക്കുന്നപ്പോൾ തന്നെ കാതലായിട്ടുള്ള മാറ്റം കുട്ടികളുടെ ഭക്ഷണ രീതിയിലും നമ്മൾ വരുത്തണം. ഓക്കെ, അതാണ് ഞാൻ മുന്നേ പറഞ്ഞിരുന്ന ഗ്രൂപ്പ് ഓഫ് ഭക്ഷണങ്ങൾ. അതായത് ഒന്നിക്കൽ ഇലക്കറികൾ, പച്ചക്കറികൾ, മുത്താറി, ഈത്തപ്പഴം തുടങ്ങിയ ഭക്ഷണങ്ങൾ, ഇതൊക്കെ നമുക്ക് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പാണ് നമ്മുടെ ഹീം ഗ്രൂപ്പിലുള്ള സോഴ്സസ്. അത് പൊതുവിൽ ഞാൻ പറഞ്ഞ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ, ഇറച്ചി, മീൻ തുടങ്ങിയവ. അതിൽ തന്നെ ലിവർ പോലുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അയൺ ഡെപ്പോസിറ്റ് അല്ലെ അയൺ സോഴ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നോൺ വെജിറ്റേറിയൻ ആൾക്കാരിലാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഫാമിലി വൈസ് നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഏർലി ഇൻട്രൊഡക്ഷൻ ഓഫ് ദീസ് ഫുഡ് വിൽ ഹെൽപ്പ്. വേറൊരു സംശയമുള്ളത്, ഈ അയൺ മരുന്നിൻ്റെ കാര്യം ഡോക്ടർ നേരത്തെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അയൺ മരുന്ന് കൊടുത്തിട്ടും ഈ ഹീമോഗ്ലോബിൻ കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണം? ഓക്കെ, അതിൽ ഞാൻ മുന്നേ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു അയൺ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത്
ഒരു 1 മന്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു റിപ്പീറ്റ് CBC അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ അളവ് നോക്കും. അതിൽ ആഡിക്വറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് 1-2 ഗ്രാം ഹീമോഗ്ലോബിൻ കൂടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഡിക്വറ്റ് റെസ്പോൺസ് എന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത് ചെക്ക് ചെയ്തിട്ട് അത്രയും റെസ്പോൺസ് കാണുന്നില്ല. ഈ ഒരു അവസരത്തിൽ നമ്മൾ ഫസ്റ്റ് നോക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫക്റ്റീവായിട്ട് ഈ മരുന്ന് കൊടുത്തിട്ടുണ്ടോ. അത് നോക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അയൺ പൊതുവെ അത്ര പാലറ്റബിൾ അല്ല. അതിൻ്റെ ടേസ്റ്റ് ചില കുട്ടികൾക്ക് അത്ര പെട്ടെന്ന് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം അതുകൊണ്ട് അവർ ചിലപ്പോൾ അത് വിചാരിച്ച രീതിയിൽ ഉള്ളോട്ടേക്ക് എടുക്കാനുള്ള സാധ്യതകൾ കുറവുണ്ട്. അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യണം. 2, നമ്മൾ ഇവർ കൊടുത്ത രീതി, അതായത് ഭക്ഷണത്തിന് കൂടെയാണോ ഭക്ഷണത്തിന് മുൻപേ ആണോ എന്നുള്ള രീതികളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം മറ്റ് ഭക്ഷണത്തിലെ പല കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്ന അയണിനെ ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യുന്നത് തടയാൻ, അത് നമ്മൾ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും, അതിന് സാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായയാണ്. അതായത് കുട്ടികളിൽ കട്ടൻ ചായ കൊടുക്കുന്ന ശീലം നമ്മുടെ പല ഈ ലോക്കൽ റീജിയനിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ചായയിലെ പല കോമ്പൗണ്ട്സും ഈ അയൺ നമ്മൾ മരുന്ന് വഴി നമ്മുടെ കുടലിലെത്തിയാലും നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് തടയുന്ന കുറേ കെമിക്കൽസ് ഈ ചായയിലൊക്കെ ഉണ്ട്. അപ്പം ഈ ചായ ഇതുമായിട്ട് ഇൻ്റർഫിയറൻസ് ഉണ്ടോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഹിസ്റ്ററി എടുത്ത് നോക്കണം. ഓക്കെ, ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ പൊതുവെ സജസ്റ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ഭക്ഷണത്തിന് ഇടയിലുള്ള ഏതെങ്കിലും ഒരു സമയത്താണ് അയൺ കൊടുക്കാൻ റെക്കമെൻഡ് ചെയ്യുക. അതേപോലെ കൊടുക്കുന്ന അയണിൻ്റെ ആഗിരണം നമ്മുടെ ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യുന്നത് ഇമ്പ്രൂവ് ചെയ്യാൻ വൈറ്റമിൻ C നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം അതുകൊണ്ട് ഈ മരുന്ന് കൊടുത്ത ഉടനെ വൈറ്റമിൻ C റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ജ്യൂസ്, അതായത് നാരങ്ങ വെള്ളം പോലത്തെ സാധനങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഇനി ഇതൊക്കെ നോക്കി, അതായത് കൃത്യമായ അളവിൽ മരുന്ന് കിട്ടിയിട്ടുണ്ട്, ഇൻഹിബിറ്റേഴ്സ് ആയിട്ടുള്ള ഭക്ഷണം ഒന്നും അതിൻ്റെ ഇടയിൽ കഴിച്ചിട്ടില്ല, എന്നിട്ടും ഹീമോഗ്ലോബിൻ കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇവാലുവേഷൻ ആ കുട്ടിക്ക് ആവശ്യമുണ്ട്. അതായത് അത് കൃത്യമായിട്ട് അയൺ ഡെഫിഷ്യൻസി കൊണ്ടുള്ള അനീമിയയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഞാൻ ഈ പറഞ്ഞ വേറെയും കുറച്ച് കാരണങ്ങൾ ഞാൻ മുന്നേ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലേതെങ്കിലും ആണോ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അവസാനമായിട്ട് ഒരു കാര്യം കൊണ്ട് ചോദിക്കണം, അതായത് ഈ കുട്ടികൾക്ക് ഈ വിരമരുന്ന് കൊടുക്കുന്നതിൻ്റെ ഒരു ആവശ്യം അത് എത്രത്തോളമാണ്? ഈ വേം ഇൻഫെസ്റ്റേഷൻ, അതായത് വിരയുടെ ശല്യം, ഇത് കാരണമുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിരകൾ നമ്മുടെ കുടലിൻ്റെ ഉൾഭാഗത്ത് പറ്റിപ്പിടിച്ചിരുന്നിട്ടാണ്, ഒന്നിക്കൽ അവിടെ പറ്റിപ്പിടിച്ചിരുന്ന് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളിലും അല്ലെങ്കിൽ ഇവിടെ പറ്റിപ്പിടിച്ചിരുന്ന് അവിടെ നിന്ന് ബ്ലഡ് സക്ക് ചെയ്തിട്ടൊക്കെയാണ് അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ കാരണത്താൽ തന്നെ നമ്മൾക്ക് അൺഡിറ്റക്റ്റഡ് ബ്ലഡ് ലോസ് വരാം. അതായത് നമുക്ക് പ്രകടമായിട്ട് കുട്ടിക്ക് എവിടെയും ബ്ലഡ് പോകുന്നതായിട്ടൊന്നും കാണുന്നില്ല, പക്ഷേ ഒക്കൾട്ട് ബ്ലഡ് ലോസ് പോലെ നമ്മുടെ ഈ മലത്തിലൂടെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബ്ലഡ് ലോസ് ക്രോണിക് ആയിട്ട് വരാം. നമ്മുടെ ഒരു സാമൂഹിക ചുറ്റുപാടിലും നമ്മുടെ ഈ ഒരു പരിസ്ഥിതിയിലും വിരകൾ ഒരുപാടുള്ളത് കാരണം നമ്മൾ മണ്ണ് കളിക്കുന്ന കുട്ടികൾ തുടങ്ങിയ ആൾക്കാർക്ക് വിരകളുടെ ശല്യം സാധാരണ രീതിയിൽ വരാവുന്നത് വളരെ ചാൻസ് കൂടുതലാണ്. ഈ ഒരു കാരണത്താൽ നമ്മൾ ഈ അയൺ ഡെഫിഷ്യൻസി അനീമിയ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് തന്നെ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സ്കീമാണ് നമുക്ക് ഈ 6 മാസത്തെ ഇടവേളകളിൽ കൃത്യമായി വിരയുടെ മരുന്ന് കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമ്മൾ പ്രകടമായിട്ടൊരു വിരശല്യം ഇല്ലെങ്കിൽ പോലും സട്ടിലായിട്ടുള്ള ഇൻഫെക്ഷനിലൂടെ പോലും കുട്ടികൾക്ക് രക്തനഷ്ടം ഉണ്ടാവുകയോ അവർ വിളർച്ചയിലേക്കോ പോകരുത് എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ 6 മാസത്തിനിടയിൽ ഇടവേളകളിൽ വിര മരുന്ന് കൃത്യമായിട്ട് കൊടുക്കണം എന്നുള്ള റെക്കമെൻഡേഷൻ വരുന്നത്. ശരി ഡോക്ടർ, എന്തായാലും കുട്ടികളുടെ വിളർച്ച എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുത്തത്. കാലിക്കറ്റ് ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് ഹോമിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ നിർമ്മൽ CP ആണ് നമുക്ക് ഈ സംശയങ്ങൾക്കൊക്കെ മറുപടി തന്നത്. ഡോക്ടർ വളരെ നന്ദി പരിപാടിയിൽ പങ്കെടുത്തതിന്. താങ്ക് യു ഡോക്ടർ. ഹിയർ പരിപാടി അവസാനിക്കുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.